സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിളുകൾ എടുക്കുക. ഹോശയുടെ പുസ്തകം 11-ാമത്തെ അധ്യായം. ഇവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. അവൻ്റെ പേരാണ് എഫ്രായീം. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് എഫ്രയീമിനെ അറിയാം? കൈകൾ ഉയർത്താമോ? ശരി. ബൈബിളിലെ അബ്രഹാമിനെ നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തോ അല്ലെങ്കിൽ താഴത്തെ വളവിനോ താമസിക്കുന്നതായ കള്ളുകുടിച്ച് നടക്കുന്നതായ എബ്രഹാമിനെ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത എബ്രഹാമിനെ നിങ്ങൾ ഓർക്കാറുണ്ട്. എന്നാൽ ഞങ്ങൾ ദേവദാസന്മാർ പലപ്പോഴും അബ്രഹാം, യോസേഫ്, ദാനിയേൽ എന്നുള്ള ഭക്തന്മാരുടെ പേരുകളാണ് ഇടുന്നത്. കാരണം ഇവരും ഭക്തരായിട്ട് മാറണം. നിങ്ങൾ വേദപുസ്തകം വായിക്കണം, ഭക്തന്മാരുടെ പേരുകൾ മനസ്സിലാക്കണം. 2500-ൽ പരം വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ഒരു ചെറിയ പുസ്തകം ഞാൻ എഴുതി. ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് എല്ലാ പേരുകളുടെയും അർത്ഥങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു പുസ്തകം പ്രിന്റ് ചെയ്യാനിടയായി. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടെന്ന് കുറേ 4-5 പേരുകൾ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ പേരുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ബൈബിൾ നിങ്ങൾ പഠിക്കുകയും ചെയ്യാനിടയാകും. ഇപ്പോൾ ഈ എഫ്രയീം ആരുടെ മകനാണ്? യോസേഫിന്റെ മകൻ. യോസേഫ് ആരുടെ മകനാണ്? യാക്കോബ് ആരുടെ മകനാണ്? ഇസഹാക്ക് ആരുടെ മകനാണ്? അബ്രഹാം ആരുടെ മകനാണ്? തേരഹിന്റെ. ഇതിനു മുമ്പ് അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. കറക്കി ചോദിക്കുമ്പോൾ എല്ലാം വെളിപ്പെടുത്തുവാനിടയാകും. അതുകൊണ്ടാണ് നാം അന്വേഷിക്കണമെന്ന് പറയുന്നത്. വചനം നാം അന്വേഷിക്കണം, വചനം നാം ധ്യാനിക്കണം, വചനത്തിലുള്ള കാര്യങ്ങൾ നാം പരിശോധിച്ചു നോക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഈ എഫ്രയീം യോസെഫിന്റെ മൂത്ത പുത്രനാണോ രണ്ടാമത്തെ പുത്രനാണോ? സംശയമില്ലല്ലോ. പഴയ നിയമത്തിൽ മൂത്ത പുത്രനാണോ ഇരട്ടി അനുഗ്രഹം കിട്ടുന്നത്, അതോ ഇളയ പുത്രനാണോ കിട്ടുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം എഫ്രയീമിനെ സ്നേഹിച്ചിട്ട് വല്യപ്പനായ യാക്കോബിന്റെ അരികിലേക്ക് യോസേഫ് തൻ്റെ 2 മക്കളെയും കൊണ്ടുവരുന്നതായ സമയത്ത്, അവരെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് വലതു കൈക്കീഴിൽ മൂത്തപുത്രനായ മനശ്ശെയും ഇടതു കൈക്കീഴിൽ ഇളയപുത്രനായ എഫ്രയീമിനെയും നിർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് യാക്കോബ് കൈ മാറ്റിപ്പിടിച്ചത്? കൈ മാറ്റിപ്പിടിച്ച് പ്രാർത്ഥിച്ച സമയത്ത്, അങ്ങനെയല്ലേ അപ്പാ, ഇവനാണ് ഇളയപുത്രനെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അറിയാം, എന്നാൽ ദൈവത്തിൻ്റെ മൂത്തപുത്രനേക്കാൾ ഇളയപുത്രനെ കുറിച്ചാണ് വലിയ പദ്ധതികളുണ്ടെന്ന് പറയുന്നു. നാം പലപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നതിൽ ഉപേക്ഷ വിചാരിക്കാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ അരികിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിപ്പിച്ചതായ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്താണ് മറുപടി പറയുക? ഞങ്ങളൊന്നും അപ്പൂപ്പന്മാരായില്ലെന്നാണ് പറയുന്നത്, ഞങ്ങൾ മക്കളുടെ മാതാപിതാക്കളായില്ലെന്നാണ് പറയുന്നത്. പ്രായമുള്ളവരുടെ അനുഗ്രഹങ്ങൾ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നു. എൻ്റെ കൊച്ചുമക്കൾ വന്നിട്ട് എൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടി നിൽക്കാറുണ്ട്. കൊച്ചുമകനും കൊച്ചുമകളും വരാറുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, കർത്താവേ, ഈ മക്കൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെടാമോ അത്രത്തോളം അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ വലിയവരായിട്ട് തീരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമോ ഇല്ലയോ? കേൾക്കും. യാക്കോബിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എഫ്രയീം വലിയവനാകാൻ ഇടയായി. എന്താണെന്ന് നോക്കാം. 12-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, വളരെ വേഗത്തിൽ ഉറക്കെ വായിക്കുക, ശ്രദ്ധിക്കണം. എന്നാൽ എഫ്രയീം
ഞാൻ എന്താണെന്നാണ്? ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു. എന്നിൽ യാതൊരു പാപവും ഇല്ലെന്നാണ് പറയുന്നത്. എന്താണ്? വളരെ ചെറുപ്പം മുതൽ തന്നെ യോസേഫിന്റെ വീട്ടിൽ ഇവൻ രാജകുമാരനെ പോലെ ജീവിച്ചു. യോസേഫ് ആണെങ്കിൽ അടിമയായി ജീവിച്ചിട്ട് രാജാവായിട്ട് മാറി. ഇപ്പോൾ എഫ്രൈം എങ്ങനെയായിരിക്കുന്നു? അവൻ വലിയ ധനവാനായി മാറിയിരിക്കുന്നു. പിന്നെന്താണ് അവിടെ പറയുന്നത്? അവൻ ഒരുപാട് ധനം ലഭിച്ചിരിക്കുന്നു. എന്നിൽ പാപമുണ്ടെന്ന് ആരാണ് പറയുന്നത് എന്ന് സ്വയം പുകഴുകയാണവൻ. ഈ കൊട്ടിഘോഷിക്കുന്ന ഭക്തി കണ്ടിട്ടുണ്ടോ? എന്തൊരു ഭക്തിയാണത്? കൊട്ടിഘോഷിക്കുന്നതായ ഭക്തി. എഫ്രൈം സ്വയം പുകഴുകയാണ്. എന്നാൽ ദൈവം എന്താണ് പറയുന്നതെന്ന് നോക്കുക. എഫ്രൈമിനെ കുറിച്ച് ദൈവം 12-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കുക. എഫ്രൈം കപടം കൊണ്ട്, ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിയിരിക്കുന്നു. 11:12. എന്താണ് അവിടെ വായിക്കുന്നത്? എഫ്രൈം കപടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 12:1 എഫ്രൈം കാറ്റിൽ ഇഷ്ടപ്പെട്ട് അവൻ വഞ്ചന കാണിക്കുന്നു, അവിശ്വസ്തത കാണിക്കുന്നു, അവൻ വ്യാജം പറയുകയാണ്. എന്താണ്? അവനെ ഇഷ്ടമുള്ളതുപോലെ അവൻ ജീവിക്കുന്നു, അവൻ ദുഷ്ടത പ്രവർത്തിക്കുന്നു, അവൻ അകൃത്യം ചെയ്യുന്നു, അവർ വ്യാജം പ്രവർത്തിക്കുന്നു, അകത്ത് കള്ളൻ കടക്കുന്നു. 7:1 വാക്യത്തിൽ നിങ്ങൾ വേദപുസ്തകത്തിൽ, ഹോശയുടെ പുസ്തകത്തിൽ എഫ്രൈം എന്ന് പറയുന്നതായ പേര് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ അതിനുശേഷം എന്നോടൊന്ന് പറയണം. കഴിഞ്ഞ ദിവസം വിജയവാഡയിൽ ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജാഗ്രത എന്ന വാക്ക് വേദപുസ്തകത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് നോട്ട് ചെയ്തിട്ട് എന്നോട് വന്ന് പറയണമെന്ന് പറഞ്ഞു. എല്ലാവരും എഴുതിക്കൊണ്ടുവന്നില്ല, എന്നാൽ 2 പേർ എഴുതിക്കൊണ്ടുവരുവാനിടയായി. ആ ആഴ്ച മുഴുവൻ ബൈബിൾ വായിച്ചിട്ട് ഒരു സഹോദരി 333 തവണ ബൈബിളിൽ ജാഗ്രത എന്ന വാക്കുണ്ടെന്ന് റെഫറൻസ് സഹിതം എഴുതിക്കൊണ്ടുവന്നു. എന്നാൽ ഇന്നുള്ള നമുക്ക് അങ്ങനെയുള്ള ആശയില്ല. എവിടെയെങ്കിലും തുണിക്കടയിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എല്ലാവരും ഓടിപ്പോകുന്നത് കാണാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്ലാറ്റിന് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് ഫ്ലാറ്റിനും ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്, വലിയ ഓഫറൊക്കെയാണ്, നിങ്ങൾക്ക് പണം സേവ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിന് പിന്നാലെ പുരുഷന്മാർ പോകുന്നു. സ്ത്രീകളാണെങ്കിൽ തുണിക്കടകളിലും അതുപോലെയുള്ള മാളുകളിലും പോകുന്നു. പുരുഷന്മാരാണെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനും വിൽക്കാനും ലാഭങ്ങൾ ഉണ്ടാക്കാനും മറ്റുമായിട്ട് പോകുന്നു. എന്നാൽ നിന്നെ രക്ഷിച്ചവനായ കർത്താവിൻ്റെ പിന്നാലെ എന്തുകൊണ്ട് നീ പോകുന്നില്ല? ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ കൂടെ നീ കൂട്ടുകൂടുന്നു, അനാവശ്യം ചെയ്യുന്നവരുടെ കൂടെ നീ കൂട്ടുകൂടുന്നു, നീ കാറ്റിനെ മേയ്ക്കുന്നു, അതായത് ചുമ്മാ കറങ്ങി നടക്കുന്നു, ദുഷ്ടത പ്രവർത്തിക്കുന്നു, വഞ്ചന പ്രവർത്തിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചില ആളുകൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കും, യഥാർത്ഥമായ എസ്റ്റേറ്റാണോ അതോ വഞ്ചനയുടെ എസ്റ്റേറ്റാണോ എന്ന്. എന്താണ്? റിയൽ എസ്റ്റേറ്റ് വില കൂടുകയും പെട്ടെന്ന് താഴുകയും ചെയ്യുന്നതാണ്. എവിടെയാണ് നീ അതിൽ പണം മുടക്കിയിട്ട് എവിടെയാണ് നഷ്ടമുണ്ടാകുന്നത്, പെട്ടുപോകുന്നതെന്ന് അറിയില്ല. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നൊരു വ്യക്തി ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചതായ സമയത്ത് കാണാനിടയായി. അനാവശ്യമായി ഒരുപാട് പേപ്പറിൽ സൈനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവസാനം ഞാൻ വലിയൊരു നഷ്ടത്തിൽ, വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് തീർക്കാൻ പറ്റാത്ത കടബാധ്യതയ്ക്ക് ഞാനിപ്പോൾ ഇരയായി തീർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മരിക്കുവാൻ വേണ്ടി തീരുമാനിച്ച സമയത്താണ് ടെലിവിഷനിൽ അങ്ങ് പറയുന്നതായ വചനം കേട്ടത്. മരിക്കുവാൻ പാടില്ല, അത് കേട്ടിട്ട് ഈ സഭയിലേക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞ, കർത്താവേ, നീ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഈ കടബാധ്യതയിൽ നിന്ന് നീ മനുഷ്യനെ വിടുവിക്കുന്നതെന്ന് എനിക്കറിയില്ല, എങ്കിലും നീ പൂർണ്ണമായി വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. ദൈവം ആ മനുഷ്യനെ വിടുവിക്കുമാറാകട്ടെ. എത്രയോ ആളുകളുണ്ട് അത്യാഗ്രഹം കാണിച്ചിട്ട് ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നവർ. എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ഇതുകൊണ്ട് മതി എന്ന് വിചാരിച്ചുകൂടെ? എൻ്റെ പിതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൈക്കൂലി കിട്ടുന്ന സമയത്ത് കെട്ടുകണക്കിന് നോട്ടുകൾ കിട്ടും. അന്നു രാത്രി അദ്ദേഹം വീട്ടിലേക്ക് വരികയില്ല. എവിടെയാണെന്നറിയാമോ? അമ്മേ, അപ്പനിതുവരെയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ പറയും, കയ്യിലിരിക്കുന്ന പണമെല്ലാം തീരുന്നത് വരെ വരില്ലെന്ന്. എപ്പോൾ വരെയാണ് വരാതിരിക്കുന്നത്? കയ്യിലിരിക്കുന്ന പണമെല്ലാം ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി ചീട്ടുകളിൽ കൂടുതൽ പണമിടുവാനിടയാകും. ആ കൊടുത്ത പണമെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ചീട്ട് കളിക്കുന്ന സമയത്ത്
ഇനിയും കിട്ടും ഇനിയും കിട്ടുമെന്ന് പറഞ്ഞ് വാച്ചൂരി കൊടുക്കും, പിന്നെ മോതിരം ഊരി കൊടുക്കും, അവസാനം എല്ലാം പോകും. എന്താണ് അവസാനം ബാക്കിയുണ്ടാകുന്നത്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ എന്തിനാണ് ഇരുട്ടിന്റെ സ്ഥലങ്ങളിൽ പോകുന്നത്? അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നതായ സ്ഥലങ്ങളിൽ, അശുദ്ധിയുള്ള കാര്യങ്ങൾ നടക്കുന്നതായ, പാപം നടക്കുന്ന ഇടങ്ങളിൽ എന്തിനു പോകണം? വ്യഭിചാരം പ്രവർത്തിക്കുന്നതായ ഇടങ്ങളിൽ എന്തുകൊണ്ട് പോകണം? എന്തുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കണം? ചിന്തിക്കുക. എഫ്രയീം പറയുകയാണ്, എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സമ്പന്നനാണ്, എന്നിൽ ആകൃത്യമുണ്ടെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇന്ന് അനേകരും അതാണ് പറയുന്നത്. ആരാണ് എൻ്റെ കാര്യം ചോദിക്കാൻ? എൻ്റെ കാര്യം എനിക്കറിയാം. നിങ്ങൾക്കതറിയില്ല, കാരണം നിങ്ങൾ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പനോടും അമ്മയോടും വഴക്കുണ്ടാക്കും, അതല്ലാതെ അറിയില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചത് നിന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ്. നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കാമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തപ്പോൾ അബ്രഹാമിന്റെ കുലത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടത്. അവൻ രാജകുമാരനായിട്ട് വളരുമ്പോൾ അപ്പന്റെ കാര്യം നോക്കുക. അവൻ അടിമയായിട്ട് കഷ്ടത അനുഭവിച്ച് പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് ജീവിച്ചു. പോത്തിഫറിന്റെ വീട്ടിൽ ഒരുപാട് പണി ചെയ്ത് അവസാനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വലിയവനായിട്ട് മാറുവാൻ ഇടയായി. എഫ്രൈമിന് ആ കാര്യമൊന്നും അറിയുകയില്ല. എവിടേക്ക് പോകണമെന്ന് അറിയുവാൻ കഴിയാതെ ദൈവം ശില്പിയായി നിർമ്മിച്ച പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ട അബ്രഹാം, ദൈവം വിളിച്ച സമയത്ത് അബ്രഹാമിന് എവിടെ പോകണമെന്ന് അറിയുകയില്ലായിരുന്നു. നിങ്ങൾ നാളെ വീട് കാലി ചെയ്യുമ്പോൾ അയൽക്കാർ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അയ്യോ, അറിയുകയില്ല എന്ന് പറയുകയാണെങ്കിൽ അയൽക്കാർ നിങ്ങളെക്കുറിച്ച് എന്ത് പറയും? ഇവർക്കെന്താ ഭ്രാന്തുണ്ടോ? ഇനി എന്ന് തിരിച്ചു വരും? തിരികെ വരികയില്ല. ഇനി ഞങ്ങൾ തിരിച്ചു വരില്ല, ദൈവം പറഞ്ഞിടത്തേക്ക് പോവുകയാണ്. എവിടേക്കാണ്? അറിയില്ല. അവൻ പറയുന്നിടത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അവൻ പറയുന്ന കാലത്തോളം അവിടെ തന്നെ നിൽക്കും. എൻ്റെ ജീവിതത്തിലും ഞാനതാണ് ദൈവത്തിൽ നിന്ന് പഠിച്ചത്. ഇന്ന് അങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസത്തിൽ കൂടിയാണ് നിന്റെ മക്കൾ, നിന്റെ മക്കളുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത്. നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന നിന്റെ സമ്പത്ത് അത് യേശുക്രിസ്തു ആയിരിക്കണം. യോസേഫിന് ശേഷം എഫ്രയീം ദൈവത്തെ മറന്നുപോയി. എഫ്രൈമിന്റെ കൂട്ടം ദൈവത്തെ മറക്കുവാനിടയായി. ദൈവത്തിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇവർ എന്താണ്? നശിച്ച് അടിമകളായി മാറുവാനിടയായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുവാൻ ഇടയാകണം. മിസ്രൈമിൽ യോസെഫ് രാജാവായിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ, അവിടെ ഉണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ മോശ, മനശ, ഇവരെല്ലാം ഏത് രാജാവിൻ്റെ ബന്ധുവായിരുന്നു? അതേ രാജ്യത്തിലായിരുന്നതായി ഇവർ അവിടെ തന്നെ എന്താണ് പറ്റിയത്? അടിമകളായിപ്പോയി. എന്താണ് പറ്റിയത്? അടിമകളായിപ്പോയി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ നാം അഹങ്കരിക്കുവാനിടയായാൽ അവസാനം ഉള്ളതുകൂടെ നഷ്ടപ്പെടാനിടയാകും. ദൈവം ഉയർത്തുന്ന സമയത്ത് നാം താഴ്മയോടെ ആയിരിക്കണം. ദൈവം എഫ്രൈമിനെ കുറിച്ച് പറയുന്നു എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. എഫ്രൈമേ, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നറിയാമോ? ഞാൻ നിന്റെ കൈ പിടിച്ചിട്ട് നിന്നെ നടക്കുവാൻ പഠിപ്പിച്ചവനാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ആശ്ലേഷം ചെയ്തു, നിന്നെ ഞാൻ തോളിൽ വഹിച്ചിരിക്കുന്നു. എന്നാൽ നീ ഇത് മനസ്സിലാക്കുന്നില്ല, ഇത് ഗ്രഹിക്കുന്നില്ല, നീ ഇത് ഓർക്കുന്നതേയില്ല. നിനക്ക് വന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ പക്കൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത വ്യക്തി എഫ്രൈമിനെ പോലെയുള്ളവനാണ്. എഫ്രൈം വ്യഭിചാര പ്രവർത്തികൾ ചെയ്യുവാനിടയായി, വീണുപോകാനിടയായി. വഞ്ചന, കളവ്, ദുഷ്ടത, അങ്ങനെ എല്ലാവിധത്തിലുമുള്ള പാപത്തിന് ഇടം കൊടുത്തു. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പലരും നിന്ദിക്കപ്പെടുന്നതിന്, പലരും ഹീനമായി കാണപ്പെടുന്നതിന് കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ നാമത്തെ ധരിച്ചതായ അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാത്തത് കൊണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറുടെ കൂടെ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഈ വ്യക്തിയോട് യേശുവിനെക്കുറിച്ച് ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക. അത് കേട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങൾ എല്ലാ രീതിയിലും കൃത്യനിഷ്ഠയുള്ള വ്യക്തികളാണ്, നിങ്ങൾ വളരെ നിഷ്ഠയോടെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, യേശുവിനെയും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, കോൺസ്റ്റബിൾ പ്ലീസ്, അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ആരാണവർ? തലേ ദിവസം എന്തോ കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് അവർ ലോക്കപ്പിൽ അടയ്ക്കപ്പെട്ട ആളുകളാണ്. 4 പേരെയും വിളിച്ചുകൊണ്ട് വന്നു. എന്താണ് നിന്റെ പേര്? എൻ്റെ പേര് എബ്രഹാം എന്നാണ്. സഹോദരി, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് മറിയ എന്നാണ്. നിങ്ങളെന്തിനാണ് ചിരിക്കുന്നത്? നമ്മൾ സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? അദ്ദേഹം എന്നോട് പറയുകയാണ്, ആദ്യം ഞങ്ങളോടല്ല പറയേണ്ടത്, ഇവരെ പറഞ്ഞ് നിങ്ങൾ ഉപദേശിക്കുക, ഇവരെ ഉപദേശിച്ച് നേരെയാക്കുക.
നിങ്ങളുടെ ആളുകളാണ് ഇപ്പോൾ കുറ്റം ചെയ്തിട്ട് രാത്രിയിൽ പിടിക്കപ്പെട്ട് ഇവിടെ കിടക്കാനിടയാകുന്നത്. പോക്കറ്റടി നടത്തി, കള്ളത്തരം കാണിച്ചു, വ്യഭിചാരം ചെയ്ത സമയത്ത് പിടിക്കപ്പെടുവാനിടയായി. അപ്പോൾ ഞാൻ അവരോട് യേശുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? തലകുനിച്ചുകൊണ്ട് വെളിയിലേക്ക് വരാനിടയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ മക്കളുടെ മക്കളെയും അനുഗ്രഹിച്ച് കൊണ്ടുവരുമ്പോൾ, എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെട്ടവരായി വരുമ്പോൾ, നിങ്ങളുടെ മക്കൾ യൗവനക്കാരായിരിക്കുന്ന മക്കൾ എന്തുകൊണ്ടാണ് ആലയത്തിൽ വരാത്തത്? നിന്റെ ഭവനത്തിലുള്ള നിന്റെ മക്കൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ വരുന്നില്ല? നിങ്ങളുടെ കുടുംബം എന്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബമാകുന്നില്ല? അവർ ദൈവത്തിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നില്ല. ഇതെന്റെ ശക്തി കൊണ്ടാണ്, ഇതെന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പരിശ്രമമാണ് എന്നാണ് പറയുന്നതല്ലാതെ ഇത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് ആരും മനസ്സിലാക്കുന്നതേയില്ല. ബൈബിളിന്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, പാപിയായ മനുഷ്യൻ, ഈ മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കി മാറ്റുകയാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ആ പാപിയായ മനുഷ്യനെ പരിശുദ്ധനാക്കി മാറ്റിയ ശേഷം അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഈ വിശുദ്ധീകരിക്കപ്പെട്ടതായ മനുഷ്യൻ വീണുപോവുകയാണെങ്കിൽ, തെറ്റു ചെയ്യുകയാണെങ്കിൽ, തന്റെ അവസ്ഥയെ മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ദിവസമുള്ള നിന്റെ തെറ്റുകൾ നീ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ മാലിന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എല്ലാ ദിവസവും കഴുകുന്ന, നല്ലവണ്ണം വൃത്തിയാക്കുന്ന ഒരു സ്റ്റീൽ പാത്രം എങ്ങനെയിരിക്കും? വെട്ടിത്തിളങ്ങുന്നത് കാണാം. എല്ലാ ദിവസവും കഴുകുന്നതായ ചെമ്പുപാത്രം എങ്ങനെയിരിക്കും അറിയാമോ? ചില ഹോട്ടലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ ചെമ്പുപാത്രങ്ങൾ എല്ലാ ദിവസവും നല്ലവണ്ണം പോളിഷ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി കുറേ ആളുകളെ നിയമിച്ചിട്ടും ഉണ്ട്. ആ പാത്രങ്ങൾ നാം നോക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും അത് പളപളാന്ന് വെട്ടിത്തിളങ്ങുന്നതായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ നാം അതേ പാത്രം തന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് കഴിയുകയാണെങ്കിൽ, 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സഹോദരിമാർ ഈ പാത്രമൊക്കെ കഴിയത്. അപ്പോഴത് വെട്ടിത്തിളങ്ങുന്നുണ്ടോ സഹോദരി? ഉണ്ടോ? വെട്ടിത്തിളങ്ങുന്നുണ്ടോ? ഇത് നോക്ക്, വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. എന്നാൽ ആ പാത്രം 1 വർഷത്തേക്ക് നിങ്ങൾ കഴുകാതെ തുടയ്ക്കാതെ ഇടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത് വെട്ടിത്തിളങ്ങുമോ? പളവളാന്ന് മിന്നുമോ? നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. ദൈവം രക്ഷിച്ച സമയത്ത് നമ്മുടെ മുഖം എങ്ങനെയാണ്? പളപളാന്ന് മിന്നുവാനിടയായി. നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു, നിന്റെ ഹൃദയം ഉല്ലാസത്താൽ നിറഞ്ഞു. കൈകൾ അടിച്ച് കർത്താവിനെ നിങ്ങൾ സന്തോഷത്തോടെ ആരാധിച്ചു. ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഉത്സാഹത്തോടെ നീ വരാനിടയായി. ആരാണിത് ചെയ്യുന്നത്? ഞാൻ ചെയ്യാം. ആരാണ് പാടുന്നത്? ഞാൻ പാടാം. ആര് വരും? ഞാൻ ചെയ്യാം. ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ വായിക്കാം, ആദ്യം ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് എവിടെയാണുള്ളത് എന്ന് പറഞ്ഞ് ആദ്യം വരാൻ ശ്രമിച്ചു. ഏതു കാര്യത്തിനും ഒന്നാമതായിട്ട് ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എന്തായിരിക്കുന്നു? ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ നീ വായിച്ചു. വർഷങ്ങളായിട്ടുള്ള മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു. എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാൽ, എല്ലാ ദിവസവും വചനം ധ്യാനിക്കാതെ ഇരുന്നാൽ, എല്ലാ ആഴ്ചകളും ദൈവമക്കളോടൊപ്പം ആരാധിക്കാതിരുന്നാൽ നിന്റെ ജീവിതം വെട്ടിത്തിളങ്ങുകയില്ല. നിന്റെ ജീവിതത്തിൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ എത്ര സാധനങ്ങളുണ്ട് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ വീട്ടിൽ നിറച്ച് വസ്തുക്കളുണ്ട് എങ്കിൽ പറയുക, നിങ്ങൾക്കതിന് തക്കതായ പണിയുമുണ്ടായിരിക്കും. ശരിയല്ലേ? ഒരുപക്ഷെ ചിന്തിക്കുക, ഞാൻ കുറച്ച് പണം മുടക്കി നിങ്ങൾക്കെല്ലാവർക്കും കുറെ കാറുകൾ വാങ്ങിച്ചു തരുന്നു. 1 വർഷം ഉപയോഗിച്ച് കൊള്ളുവാൻ പറയുന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ചു തരാൻ വേണ്ടി പറയുന്നു. 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു തരുമ്പോൾ ആ കാറ് ഉണ്ടായിരിക്കുമോ? അതെങ്ങനെയായിരിക്കും? നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ വണ്ടി പുതിയ വണ്ടിയെ പോലെ തന്നെ ഇരിക്കും. എന്നാൽ ചിലർ ചിന്തിക്കും, എൻ്റെ വണ്ടിയല്ലല്ലോ ഇത്, ഞാനിതിന് നോക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ. ടയർ പഞ്ചറായോ? കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും. ബ്രേക്ക് പോയിരിക്കല്ലേ, ട്രെന്ന് പറഞ്ഞ് പതിയെ കൊണ്ടുപോക്കോ, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതാണ്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ദൈവം നമുക്ക് നല്ല മക്കളെ നൽകി, ആരോഗ്യം നൽകി, ചെറുതാണെങ്കിലും അല്ലെങ്കിൽ വലുതാണെങ്കിലും ഭവനങ്ങൾ നൽകി, നല്ല സമാധാനം നൽകി, സ്വസ്ഥത നൽകി, സന്തോഷം നൽകുവാനിടയായി. നാം എന്താണ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഉടമസ്ഥൻ വാടക വാങ്ങാനായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നോക്കുമ്പോൾ, വൃത്തിയായി സൂക്ഷിക്കുന്നത് കാണുമ്പോൾ ഉടമസ്ഥൻ ഒരിക്കലും ഞങ്ങളോടത്
കാലി ചെയ്തു പോകാൻ വേണ്ടി പറയുന്നില്ല. 10-15 വർഷമായിട്ട് അതേ വീട്ടിൽ തന്നെ, അതേ വാടക തന്നെയാണ്. കാലി ചെയ്യാൻ വേണ്ടി പറയുകയില്ല. എന്തുകൊണ്ടാണ്? നല്ലതായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അവർ പറയും, വാടകയല്ല പ്രധാനം, ഞങ്ങളുടെ വീട് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യണം. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്താണ് നിങ്ങൾക്കറിയാമോ? ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. വായ് തുറന്നാൽ പുകയിലയുടെ നാറ്റം, അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നു. കണ്ണു തുറന്നാൽ അശ്ലീലം കാണുന്നു, അല്ലെങ്കിൽ മോഹത്തിൻ്റെ വിചാരങ്ങൾ, ലോകത്തിൻ്റെ വിചാരങ്ങൾ. ചെവി തുറന്നാൽ അനാവശ്യമായ വാക്കുകൾ. എന്താണ് ഉള്ളിൽ നിന്ന് വരുന്നതോ? അനാവശ്യമായ ചിന്തകൾ. ദേഹം മുഴുവനും രോഗങ്ങൾ. അനാവശ്യമായത് തിന്നുന്നു, കുടിക്കാൻ പറ്റാത്തത് കുടിക്കുന്നു, അനാവശ്യമായ സ്ഥലങ്ങളിൽ പോകുന്നു, ചെയ്യാൻ പാടില്ലാത്തവ ചെയ്യുന്നു. നിന്റെ ശരീരത്തെ ഒരു തല്ലിപ്പൊളി കാറ് പോലെയാക്കുന്നു. പിന്നെ നിന്റെ വണ്ടി അനങ്ങില്ല, ഈ കാർ മുൻപോട്ട് പോകില്ല. ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകാമെന്ന് എൻ്റെ ജനം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങുകയായിരുന്നു. ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. എനിക്ക് പുറം വേദനയായിരുന്നു, എനിക്ക് മുട്ടുവേദനയായിരുന്നു, എനിക്ക് തലവേദനയായിരുന്നു. ഇന്ന് പലരുടെയും ചരിത്രം എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഒരു വ്യക്തി ഒരു പരിധിയിൽ എത്തിച്ചേരുന്ന സമയത്ത് വീണ്ടും അവൻ മുകളിലേക്ക് പോകുന്നില്ല, താഴേക്കാണ് പോകുന്നത്, അല്ലാതെ ഉന്നതമായ സ്ഥിതിയിലേക്ക് അവൻ പോകുന്നില്ല. എത്ര ഉയരത്തിലേക്ക് നാം പോകണമെന്ന് പറഞ്ഞാൽ നാം സ്വർഗത്തിലേക്ക് എത്തിച്ചേരും വരെയും പോകണം. അത്രത്തോളം എന്തുകൊണ്ട് നിനക്ക് ഉയരുവാൻ കഴിയുന്നില്ല? അത്രത്തോളം ഉയരുന്നതിന് നിനക്ക് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? എന്താണ് പറയുക? വിവാഹം കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ആരാധനയ്ക്ക് തടസ്സങ്ങളുണ്ടാകുന്നു? ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ കുഞ്ഞിനെ എന്തുകൊണ്ട് ദൈവമായിട്ട് കാണുന്നു? ജോലി കിട്ടിയാൽ പിന്നെ എന്തുകൊണ്ട് ജോലി സമയത്തിന് അടിമയായിട്ട് പോകുന്നു? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. അതുകൊണ്ടല്ലേ ആത്മീയമായിട്ട് നമുക്ക് ഉയരുവാൻ കഴിയാതിരിക്കുന്നത്. വചനം പറയുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നോക്കുക, എഫ്രൈം എത്രത്തോളം വഴിതെറ്റി സഞ്ചരിച്ചിട്ടും, എത്രത്തോളം വിഷമിപ്പിച്ചിട്ടും, എത്രത്തോളം ദുഃഖിപ്പിച്ചിട്ടും കർത്താവ് അവനെ ഉപേക്ഷിച്ചു കളഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു. യാക്കോബ് അനുഗ്രഹിച്ചെങ്കിലും ആ അനുഗ്രഹം എവിടെ നിന്നാണ് വന്നത്? കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹിക്കുന്നത് ജയ്പാളാണോ അതോ ദൈവമാണോ? ആരാണ്? നിങ്ങളൊരു വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതായ ആ വ്യക്തിയാണോ വലിയത്, അതോ ആ വ്യക്തി ആരിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയാണോ വലുത്? അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഊഫെന്ന് പറഞ്ഞ് ഊതുമ്പോൾ വീഴുന്നതല്ല. എനിക്ക് പ്രമോഷൻ കിട്ടിയെന്ന് പറഞ്ഞ ഒരാൾ ഓടിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ മുഖം വാടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് അറിയില്ല. പ്രമോഷൻ അല്ലായിരുന്നു, താഴ്ത്തുകയായിരുന്നു. ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞിട്ട് എന്നെ താഴ്ത്തുവാൻ ഇടയായിരിക്കുന്നു. അതാണ് പറയുന്നത്, അധികാരികൾ നിന്നെ ഉയർത്തുമ്പോൾ അവർ നിന്നെ താഴ്ത്തുവാനും ഇടയാകും. എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അത് നിത്യമായിട്ടുള്ളതായ അനുഗ്രഹമാണ്. ദൈവം നിന്നെ ഉയർത്തിയാൽ അത് നിത്യമായ ഉയർച്ചയാണ്. അവന്റെ അനുഗ്രഹങ്ങൾ നിന്നെ ഒരു തവണ ദൈവം അനുഗ്രഹിച്ചാൽ പിന്നെ അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ കൈവിടത്തില്ല. അവൻ പറയുന്നു, എങ്ങനെയാണ് ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നിന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു, നിനക്ക് വേണ്ടി പ്രാണനെ തന്നിരിക്കുന്നു, നിനക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട്. എന്നാൽ നീ എനിക്കെതിരെ തിരിയുമ്പോൾ എനിക്ക് പലപ്പോഴും കോപമുണ്ടാകുന്നു. എന്നാൽ ഒരിക്കലും ഞാൻ നിന്നെ ശപിക്കുകയില്ല. എങ്ങനെ ശപിക്കുവാൻ കഴിയും? ഞാൻ തന്നെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ശപിക്കും? എങ്ങനെ നിന്നെ ഞാൻ കൈവിടും? അതുകൊണ്ട് എഫ്രൈമിനോട് ഒരു കാര്യം പറയുകയാണ്, ഞാൻ നിനക്ക് അവസരം തരികയാണ്, നീ വരിക, എൻ്റെ അരികിലേക്ക് വരിക. വായിക്കാം, 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. ഇവിടെ അവൻ എന്താണ് പറയുന്നത്? നിന്റെ അകൃത്യം നിമിത്തം നീ വീണിരിക്കുന്നു. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുക, മടങ്ങി വരിക, അനുതാപത്തോടുകൂടി പശ്ചാത്താപത്തോടുകൂടി നിന്റെ പാപങ്ങൾ ഏറ്റുപറയുക. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്.
നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനുമാകയാൽ നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാകുന്നു. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാതിരിക്കുകയാണെങ്കിൽ ശിക്ഷാവിധിക്ക് ഒരുങ്ങിയിരിക്കുക. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നിന്റെ നേർച്ചകളെയോ നിന്റെ കാഴ്ചകളെയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിന്റെ വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. നിന്റെ അതരം തുറന്ന് സ്തോത്രമെന്ന യാഗമർപ്പിക്കുക. നിന്റെ ഹൃദയത്തെ നീ നേരെയാക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് സഹായം ചെയ്യുമെന്ന് പറയുന്നു. അതാണ് കർത്താവ് പറയുന്നത്. 5-ാമത്തെ വാക്യം കൂടെ വായിക്കുക. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ വനം പോലെ വേരൂന്നും, അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും. അബ്ബബ്ബബ്ബ. നമുക്ക് ഈ സമയത്ത് ഒരുപാട് സമയം എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനുള്ള അവസരം ഇല്ല. അവൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മഞ്ഞുപോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്തുലയാനിടയാകും. താമര പോലെ എത്ര വേഗത്തിലാണ് പൂത്തുലയുന്നത് എന്നുള്ള വിലയേറിയ വിഷയങ്ങൾ ഇതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. ലെബാനോനിലെ വനം പോലെ വേരൊന്നും, വേര് ആഴത്തിലോടുകയും അതുപോലെ വൃക്ഷം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. നീ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ഭൗതികമായിട്ടും അനുഗ്രഹം പ്രാപിക്കും. നീ പുറമേയും നിന്റെ അകത്തും അനുഗ്രഹമായിരിക്കും. നിന്റെ ജീവിതം മുഴുവനും അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നോട് ചേർന്നിരിക്കും. വൃക്ഷത്തിനോട് മഞ്ഞെങ്ങനെയായിരിക്കുന്നോ അതുപോലെ ഞാൻ നിന്നോട് ചേർന്നിരിക്കും. അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? നീ തിരികെ വരണം. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം. നമുക്ക് കണ്ണുകളടയ്ക്കാം, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. നിന്റെ നാമത്തെ ധരിച്ചിരിക്കുന്ന ഞങ്ങളെ നീ നോക്കണമേ. നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഞങ്ങളെ നീ ദർശിക്കണമേ. നിന്നാൽ ഉയർച്ച പ്രാപിച്ച ഞങ്ങളെ നീ ദർശിക്കണമേ. ഞങ്ങൾ യോഗ്യരല്ലാതിരുന്നപ്പോഴും ഇരട്ടി അനുഗ്രഹം ഞങ്ങൾക്ക് തന്നല്ലോ. എഫ്രൈമിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടതായ സമ്പന്നരായിരിക്കുന്നതായ ഞങ്ങളെ നീ ദർശിക്കണമേ. ഒരു കുറ്റവും കൂടാതെ ഒരു കുറവും കൂടാതെ ആരോഗ്യമുള്ളവരായി നിന്നെ മഹത്വപ്പെടുത്തുന്നതായ ഞങ്ങളെ നീ ദർശിക്കണമേ. നിന്റെ കോപം ജ്വലിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ പാദപീഠത്തിലേക്ക് ഓടിയെടുക്കുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ ഞങ്ങളെ എല്ലാവരും നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തെ ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വിരോധമായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതായ എല്ലാ വ്യക്തികളെയും ഈ സമയത്ത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. എത്രത്തോളം എതിർത്താലും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, എത്രത്തോളം മറുതലിച്ചാലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, എത്രത്തോളം അനുസരണക്കേടു കാട്ടിയാലും ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ക്ഷമയെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ് ശാപഗ്രസ്തരാകാതെ ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ വളരുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, പുഷ്പിക്കുന്ന ഒരു താമര പോലെ വളർന്നു വരുവാൻ നീ സഹായിക്കണമേ. ലെബാനോൻ വനം പോലെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറക്കപ്പെടുവാൻ ഉറപ്പിക്കാനിടയാക്കണം. നിന്റെ സാന്നിധ്യത്തോടുകൂടി ഒരു വൃക്ഷത്തിൽ മഞ്ഞ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ നിന്റെ സാന്നിധ്യത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണം. ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്നതായ ദൈവമേ, അന്ന് എഫ്രൈമിന്റെ ജീവിതത്തിൽ നീ ചെയ്തതായ വലിയ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ചെറിയ സഭയിൽ നിന്റെ വലിയ അനുഗ്രഹങ്ങൾ നൽകുമാറാകണമേ. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കുമാറാകണം. ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും നിന്റെ ഉത്തമ സാക്ഷികളായിട്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇന്നു മുതൽ എന്നേക്കും എല്ലാവരോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ യേശുവേ യേശുവേ.
യേശുവേ 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 യേശുവേ